Good morning. Next topic is double integrals in polar coordinates. Introduction. A double integral, which may be difficult or even impossible to evaluate in rectangular xy coordinates, may become more tractable when expressed in a different coordinate system. In this section, we examine double integrals in polar r theta coordinates. സോ ഇനി നമ്മൾ ഡബിൾ ഇൻറ്റഗ്രൽസിന് പോളാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ ഇതുവരെ നമ്മൾ എക്സ് വൈ കോർഡിനേറ്റിലായിരുന്നു ഇൻറ്റഗ്രേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ ചില കേസുകളിൽ നമുക്ക് പോളാർ കോർഡിനേറ്റ്സിൽ വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതാവും മച്ച് ഈസിയർ ആയിട്ട് വരിക. സോ ലെറ്റ്സ് സി. Suppose R is a region in the plane bounded by the graphs of the polar equations R is equal to g1 of theta, R is equal to g2 of theta, and the rays theta is equal to alpha, theta is equal to beta, and f is a function of R and theta that is continuous on R. So നമ്മുടെ R എന്ന് പറയുന്ന region ഏതാണ്? That is the plane bounded by the graphs of the polar equations. ഈ ഇക്വേഷൻസിൻ്റെ ഗ്രാഫ്സ് ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ആണ്. എഫ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് തീറ്റ ആണ്. ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൺ ദിസ് റീജിയൻ ആർ. So in order to define the double integral of f over r, we use rays and concentric circles to partition the region into a grid of polar rectangles or subregions rk. So നമ്മൾ xy പ്ലെയിനിൽ നമ്മൾ റെക്ടാങ്കുലർ ഗ്രിഡ്സ് ആക്കി പാർട്ടീഷൻ ചെയ്ത പോലെ തന്നെ ഇവിടെയും പാർട്ടീഷൻ ചെയ്യുന്നു. സ്മോളർ റീജിയൻസ് ആർക്കെ ആയിട്ട് പാർട്ടീഷൻ ചെയ്യുന്നു. ഇതായി ഫിഗറിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനെ ഇങ്ങനെ ഗ്രിഡായി പാർട്ടീഷൻ ചെയ്തു. ആൻഡ് അതിൽ ഓരോ ഗ്രിഡിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് ഡെൽറ്റ എ കെ ആണ്. ഓഫ് ദി ടിപ്പിക്കൽ സബ് റീജിയൻ ആർ കെ ആണ്. അത് നമുക്കിവിടെ കാണാം. ഡെൽറ്റ എ കെ ആണ് ഓരോന്നിൻ്റെയും ഏരിയ വരുന്നത്. ഈസ് ദി ഡിഫറൻസ് ഓഫ് ഏരിയാസ് ഓഫ് ടു സർക്കുലർ സെക്ടേഴ്സ്. ഡെൽറ്റ എ കെ എന്ന് പറയുന്ന രണ്ട് സർക്കുലർ സെക്ടേഴ്സ് ആയിരിക്കും ഇവിടെ വരിക. സോ അതിൻ്റെ ഡിഫറൻസ് ഓഫ് ഏരിയ എന്ന് പറയുന്നത് ഡെൽറ്റ എ കെ ഈക്വൽ ടു ഹാഫ് ആർ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ തീറ്റ കെ മൈനസ് ഹാഫ് ആർ കെ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ തീറ്റ കെ ആണ്. Now delta AK can be written as delta AK is equal to half of, അപ്പോൾ ഡെൽറ്റ എ കെനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇത് ഡെൽറ്റ തീറ്റ കെനെ കോമൺ ആയി എഴുതുകയാണെങ്കിൽ ഹാഫ് ഓഫ് ആർ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് ആർ കെ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ തീറ്റ കെ വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ആർ കെ പ്ലസ് 1 പ്ലസ് ആർ കെ ഇൻറ്റു ആർ കെ മൈനസ് 1 മൈനസ് ആർ കെ. ദാറ്റ് ഇസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമുല. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇങ്ങനെ എഴുതി ഡെൽറ്റ തീറ്റ കെ. സോ ഇതിന് നമുക്ക് എന്താ എഴുതാൻ പറ്റും? ആർ കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ ആർ കെ. ഇതെന്ന് പറയുന്നത് ഡെൽറ്റ ആർ കെ ആണ്. ഇതിന് നമ്മൾ സമ ആർ കെ സ്റ്റാർ എന്ന് വിളിച്ചു. ഇൻറ്റു ഡെൽറ്റ ആർ കെ ഇൻറ്റു ഡെൽറ്റ തീറ്റ കെ എന്ന് എഴുതാം. where delta rk is equal to rk plus 1 minus rk and rk star is equal to a constant. Half of rk plus 1 plus rk denotes the average radius. So the average radius is denoted. So by choosing rk star and theta k star on each rk, the double integral of f over r is limit norm p tends to 0 summation k equal to 1 to n f of rk star theta k star into rk star into delta rk into delta theta k. So this is nothing but double integral over r f of r theta dA. So delta rk into delta theta k എന്ന് പറയുന്നത് dA ആണ്. ഇതെന്ന് പറയുന്നത് f of r theta ആണ്. Double integral over r. The double integral is then evaluated by means of the iterated integral. Integral over r f of r theta d theta എന്ന് പറയുന്നത് integral alpha to beta. അതായത് ആൽഫ ടു ബീറ്റ എന്ന് പറയുന്നത് തീറ്റയുടെ വേരിയേഷൻ ആണ്. തീറ്റ വേരീസ് ഫ്രം ആൽഫ ടു ബീറ്റ ആണ്. അതുപോലെ ആർ എന്ന് പറയുന്നത് വേരീസ് ഫ്രം g1 ഓഫ് തീറ്റ ടു g2 ഓഫ് തീറ്റ ആണ്. സോ അത് ലിമിറ്റ്സ് കൊടുത്തു. ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ അതിൻ്റെയാണ് ഡി തീറ്റ പുറത്ത് കിടക്കുന്നത്. അകത്ത് ഇൻ്റഗ്രൽ g1 ഓഫ് തീറ്റ ടു g2 ഓഫ് തീറ്റ എഫ് ഓഫ് ആർ തീറ്റ ആർ ഡി ആർ ഡി തീറ്റ. On the other hand, if the region R is as given in figure,
ദി ഡബിൾ ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഓവർ ആർ ഇസ് ദെൻ ഈ ഫിഗറിൽ തന്ന പോലെയാണ്. അതായത് ആർ എന്ന് പറയുന്നത് രണ്ട് കോൺസ്റ്റൻറ്റിൻ്റെ ഇടയിൽ വേരി ചെയ്യുന്നു, തീറ്റ എന്ന് പറയുന്നത് രണ്ട് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഓഫ് ആറിൻ്റെ ഇടയിൽ വേരി ചെയ്യുന്നു. ആർ ഇസ് വേരിങ് ബിറ്റ്വീൻ എ ആൻഡ് ബി, തീറ്റ ഇസ് വേരിങ് ബിറ്റ്വീൻ h1 ഓഫ് ആർ ആൻഡ് h2 ഓഫ് ആർ. നമുക്ക് എന്ത് വരും? അപ്പോൾ അതിനെ നമുക്ക് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ, അതായത് ടൈപ്പ് 2 റീജിയൻ പോലെ, അതിനെ നമുക്ക് ഇൻറ്റഗ്രൽ എ ടു ബി ഇൻറ്റഗ്രൽ h1 ഓഫ് ആർ ടു h2 ഓഫ് ആർ എഫ് ഓഫ് ആർ തീറ്റ ഇൻറ്റു ആർ ഡി തീറ്റ ഡി ആർ. ഇവിടെ ആറാണ് കോൺസ്റ്റൻറ്റ് വേരി ചെയ്യുന്നത്, സോ ഡി ആർ പുറത്ത് എഴുതി, തീറ്റയാണ് ഫങ്ഷൻസ് ഓഫ് വേരി ചെയ്യുന്നത്, അതുകൊണ്ട് ഡി തീറ്റ അകത്ത് എഴുതി, ഇന്നർ മോസ്റ്റ് ഇൻറ്റഗ്രലിൻ്റെ അടുത്ത് എഴുതി. സോ ഈ ഫോർമുലാസ് എല്ലാം ബൈ ഹാർട്ട് പഠിക്കുക. നമുക്ക് പ്രോബ്ലംസ് നോക്കാം. സെൻറ്റർ ഓഫ് മാസ്. ഒരു എക്സാമ്പിൾ, find the center of mass of the lamina that corresponds to the region bounded by one leaf of the rose r is equal to 2 sin 2 theta in the first quadrant if the density at a point P in the lamina is directly proportional to the distance from the pole. So നമുക്ക് ഇവിടെ center of mass ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ r is equal to 2 sin 2 theta ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ ഇടയിലുള്ള ഭാഗമാണ്. നമുക്ക് നോക്കാം. ബൈ വേരിയിങ് തീറ്റ ഫ്രം 0 to π/2, ഫസ്റ്റ് ക്വാഡ്രന്റിൽ തീറ്റ വേരി ചെയ്യുന്നത് 0 മുതൽ π/2 വരെയാണല്ലോ. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗമല്ലേ വരുള്ളൂ. സോ അവിടെ തീറ്റ വേരീസ് ഫ്രം 0 to π/2 ആണ്. വി ഒബ്റ്റെയിൻ ദി ഗ്രാഫ് ഇൻ ദിസ് ഫിഗർ. നൗ ഡി ഓഫ് ഒ പി ദാറ്റ് ഇസ് ഈക്വൽ ടു മോഡ് ആർ ആണ്. ഡി ഒ പി അതായത് ഡിസ്റ്റൻസ് ഫ്രം ഒ ടു ദി പോയിന്റ് പി, ഇതെന്ന് പറയുന്നത് മോഡ് ആർ ആണ്. ഹെൻസ് റോ ഓഫ് ആർ തീറ്റ എന്ന് പറയുന്നത് കെ ടൈംസ് മോഡ് ആർ ആണ്. വെർ ഇത് ഡെൻസിറ്റി ആണ്. വെർ കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. നമുക്ക് ഡെൻസിറ്റി അറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ഫ്രം ദി പോൾ ആണ്. സോ ഈ പോളിൽ നിന്നുള്ള ഡിസ്റ്റൻസിലോട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് നമുക്കിവിടെ കെ വരുന്നത്. സോ റോ ഓഫ് ആർ തീറ്റ ഇസ് ഈക്വൽ ടു കെ മോഡ് ആർ ആണ്, വെർ കെ ഇസ് ദി കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. നൗ ഫ്രം 9 ഓഫ് സെക്ഷൻ 9.10 വി ഹാവ് എം എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ റോ ആർ തീറ്റ ഡി എ ആണ്. സോ റോ ആർ തീറ്റയ്ക്ക് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കെ മോഡ് ആർ ഇൻറ്റു ഡി എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദിസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു, ഇതുപോലെ നമ്മൾ തീറ്റയുടെ വേരിയേഷൻ ഇസ് ഫ്രം 0 to π/2 ആണ്. ആറിൻ്റെ വേരിയേഷൻ ആണെങ്കിലോ 0യിൽ നിന്ന് 2 sin 2 തീറ്റയിലോട്ടാണ് ആറിൻ്റെ വേരിയേഷൻ. ഈ ഗ്രാഫ് നോക്കുമ്പോൾ 0യിൽ നിന്ന് 2 sin 2 തീറ്റ വരെയാണ് മാക്സിമം ആറ് പോവുക. സോ ആറിൻ്റെ വേരിയേഷൻ ഇവിടെ അകത്ത് എഴുതി, അതിനോടടുത്ത് ഡി ആർ എഴുതി. തീറ്റയുടെ വേരിയേഷൻ പുറത്താണ്, സോ ഡി തീറ്റ പുറത്ത് എഴുതി. സോ ഇൻറ്റഗ്രൽ 0 to π/2 ഇൻറ്റഗ്രൽ 0 to 2 sin 2 തീറ്റ ആർ ആർ ഡി ആർ ഡി തീറ്റ. ഓക്കെ, so this is equal to k into integral r square dr എന്ന് പറയുന്നത് r³/3 ആണ്. സോ r³/3 ലിമിറ്റ് കൊടുത്തു 0 to 2 sin 2 തീറ്റ. പുറത്ത് ഇൻ്റഗ്രൽ അതേപോലെ എഴുതി. ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ നമുക്ക് എന്ത് വരും? 2³ 8 വരും. sin³ 2 തീറ്റ 8/3 കോൺസ്റ്റന്റ് k പുറത്തെടുത്തു. ഇൻ്റഗ്രൽ 0 to π/2 sin³ 2 തീറ്റ ഡി തീറ്റ. നമുക്കറിയാം sin² 2 തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് cos² 2 തീറ്റയാണ്. കാരണം cos² 2 തീറ്റ പ്ലസ് sin² 2 തീറ്റ 1 ആണ്. സോ ഇവിടെ നമുക്ക് sin³ 2 തീറ്റേനെ sin² 2 തീറ്റ ഇൻറ്റു sin 2 തീറ്റ എന്ന് എഴുതാം. അതിൽ sin² 2 തീറ്റയ്ക്ക് നമ്മൾ 1 മൈനസ് cos² 2 തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു sin 2 തീറ്റ ഡി തീറ്റ. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ sin 2 തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് cos 2 തീറ്റ ബൈ 2 ആണ്. അതുപോലെ ഇൻ്റഗ്രൽ cos² 2 തീറ്റ sin 2 തീറ്റയിലെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു cos³ 2 തീറ്റ ബൈ 6 വരും. ഇത് മൊത്തം ലിമിറ്റ് കൊടുത്ത് റെഡ്യൂസ് ചെയ്ത് വരുമ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു 16/9k.
സിൻസ് എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, എക്സ് എന്ന് പറയുന്നത് ആർ കോസ് തീറ്റ ആയത് കാരണം വി ക്യാൻ റൈറ്റ് എം വൈ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എക്സ് ഇൻറ്റു മോഡ് ആർ ഡി എ ആസ് എം വൈ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to പൈ ബൈ 2 ഇൻറ്റഗ്രൽ 0 to 2 സൈൻ 2 തീറ്റ. ഇവിടെ നമ്മൾ ആർ ക്യൂബ് എക്സിന് പകരം നമ്മൾ ആർ കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ആർ ക്യൂബ് മോഡ് ആറിന് പകരം നമ്മൾ ആർ ഇൻറ്റു ആർ എന്ന് എഴുതി. സോ ആർ സ്ക്വയർ ആയത്. സോ ഇവിടെ നമുക്ക് ആർ ക്യൂബ് കോസ് തീറ്റ, ഇത് ഡി ആർ ഡി തീറ്റ എന്നായി മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to പൈ ബൈ 2. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് r⁴/4 കോസ് തീറ്റ, കാരണം വിത്ത് റെസ്പെക്ട് ടു ഡി ആർ ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ കോസ് തീറ്റ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇൻറ്റഗ്രൽ ആർ ക്യൂബ് ഡി ആർ r⁴/4 ആണ്. സോ r⁴/4 കോസ് തീറ്റ വിത്തിൻ ദി ലിമിറ്റ് 0 to 2 സൈൻ 2 തീറ്റ ഡി തീറ്റ. ഇതെന്ന് പറയുന്നത് എന്താ, 4k ഇൻറ്റു ഇതിൽ. സോ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് വിത്ത് റെസ്പെക്ട് ടു ആർ ആണ് ചെയ്തത്. സോ ആറിന് വേണം ലിമിറ്റ് കൊടുക്കാൻ. ആറിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇതെന്ന് പറയുന്നത് 2 സൈൻ 2 തീറ്റ (4) ആണ്. സോ 2⁴ സൈൻ 2 തീറ്റ (4) സൈൻ 4 2 തീറ്റ കോസ് തീറ്റ. ഡിനോമിനേറ്ററിലുള്ള 4ഉം 2⁴ കട്ടായിട്ടുള്ള 4 ആണ് കിടക്കുന്നത്. കോസ് തീറ്റ ഡി തീറ്റ. ഇനി ഡബിൾ ആംഗിൾ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് 2 സൈൻ തീറ്റ കോസ് തീറ്റ ആണല്ലോ. സോ 2⁴ വേണ്ടി വരും 16 ഇൻറ്റു സൈൻ 4 തീറ്റ cos 4 theta into cos theta d theta. So this is equal to 64k into integral 0 to pi by 2 sin 4 theta into cos 5 theta d theta. So this is equal to 64k into integral 0 to pi by 2 sin 4 theta into cos 5 തീറ്റയില് നമുക്ക് cos 4 തീറ്റ ഇൻറ്റു cos തീറ്റ എന്ന് എഴുതാം. cos 4 തീറ്റേനെ നമുക്ക് cos സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതിൽ cos സ്ക്വയർ തീറ്റയ്ക്ക് നമുക്ക് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സോ ദിസ് is equal to 64k into integral 0 to pi by 2 sin 4 തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു cos തീറ്റ ഡി തീറ്റ, which is equal to 64k into integral 0 to pi by 2 sin 4 theta നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു മൈനസ് 2 sin 6 this is x minus y whole square formula, x square minus 2xy plus y square. so ആ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും, sin 4 theta minus 2 sin 6 theta plus sin 8 theta into cos theta d theta എന്ന് വരും. ഈ sin 4 തീറ്റനെ അകത്തേക്ക് എടുത്തതിന് ശേഷമുള്ള റിസൾട്ടാണ് ഈ വരുന്നത്. സോ ഇത് നമ്മളിനി സെപ്പറേറ്റ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ഗിവ് ദി ലിമിറ്റ്സ് ആൻഡ് ഡു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ദിസ് ഈസ് ഈക്വൽ ടു 512/315k എന്ന് വരും. സിമിലർലി നമ്മൾ ബൈ യൂസിങ് x ഈക്വൽ ടു ആർ സൈൻ തീറ്റ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ x ഈക്വൽ ടു ആർ കോസ് തീറ്റ വെച്ച് പ്രൊസീഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. ഇനി x ഈക്വൽ ടു ആർ സൈൻ തീറ്റ വെച്ച് പ്രൊസീഡ് ചെയ്യുമ്പോൾ നമുക്ക് mx ഇസ് ഈക്വൽ ടു k ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to pi by 2 ഇൻറ്റഗ്രൽ 0 to 2 സൈൻ 2 തീറ്റ ആർ ക്യൂബ് സൈൻ തീറ്റ ഡി ആർ ഡി തീറ്റ എന്ന് വരും. അത് ഇതുപോലെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ 512/315k എന്ന് കിട്ടും. We could have argued to the fact that mx equal to my and hence x bar equal to y bar from the fact that the lamina and the density function are symmetric about the ray theta equal to pi by 4. രണ്ട് ഈക്വൽ ആയത് കാരണം നമുക്ക് ലാമിന ആൻഡ് ഡെൻസിറ്റി ഫംഗ്ഷൻ സിമെട്രിക് ആണ് അബൌട്ട് തീറ്റ ഈക്വൽ ടു pi by 4 എന്ന് പറയാം. ഹിയർ ദി റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്താ, ഈക്വൽ ആണ്. എക്സ് ബാറും വൈ ബാറും ഈക്വൽ ആയിട്ടാണ് നമുക്ക് കിട്ടിയത്.
32/35 ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ ചേഞ്ച് ഓഫ് വേരിയബിൾ എന്താണെന്നാണ് നോക്കുന്നത്. ചേഞ്ച് ഓഫ് വേരിയബിൾസ് റെക്ടാങ്കുലർ ടു പോളാർ കോർഡിനേറ്റ്സ്. സോ റെക്ടാങ്കുലറിനെ നമ്മൾ പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ഇൻ സം ഇൻസ്റ്റൻസസ് എ ഡബിൾ integral over r f of xy dA that is difficult or even impossible to evaluate using rectangular coordinates may be readily evaluated when a change of variables is used. So നമുക്ക് ചില സമയത്ത് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റാത്ത ഇൻറ്റഗ്രൽസിനെ നമ്മൾ പോളാർ കോർഡിനേറ്റ്സിൽ മാറ്റി ചെയ്യാൻ പറ്റുന്ന രീതിയിലാവും. സോ ഇഫ് വി അസ്യൂം ദാറ്റ് f is continuous on the region R and if R can be described in polar coordinates as 0 less than or equal to g1 of theta less than or equal to R just less than or equal to g2 of theta, alpha less than or equal to theta less than or equal to beta, 0 less than beta minus alpha less than or equal to 2 pi, then double integral over R f of x by dA that is equal to integral alpha to beta integral g1 of theta to g2 of theta f of r cos theta r sin theta r dr d theta. So x ന് r cos theta y ന് r sin theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഡി എന്ന് പറയുന്നത് r dr d theta ആയി മാറും. dr g1 of theta g2 of theta യുടെ ഇടയിൽ വേരി ചെയ്യുന്നു. തീറ്റ എന്ന് പറയുന്നത് ആൽഫയുടെയും ബീറ്റയുടെ ഇടയിൽ വേരി ചെയ്യുന്നത്. ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യാം. Equation 3 is particularly useful when f contains the expression x square plus y square. Since in polar coordinates we can now write x square plus y square equal to r square ആണ് and root of x square plus y square equal to r ആണ്. ഒരു എക്സാമ്പിൾ നോക്കൂ. Changing an integral to polar coordinates. Use polar coordinates to evaluate. Integral 0 to 2 integral x to root of 8 minus x square 1 by 5 plus x square plus y square dy dx. ഇതിന് നിങ്ങൾ പോളാർ കോർഡിനേറ്റ്സ് വെച്ച് ഇവാലുവേറ്റ് ചെയ്യണം. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഒക്കെ വരുന്ന ഫങ്ഷൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് പോളാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫ്രം എക്സ് ലെസ് ദാൻ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഈക്വൽ ടു റൂട്ട് ഓഫ് 8 മൈനസ് എക്സ് സ്ക്വയർ, അതായത് ഇവിടെ വൈ ആണല്ലോ, ഡി വൈയുടെ റേഞ്ച് ആണല്ലോ ഈ ഇന്നർമോസ്റ്റ് ഇൻ്റഗ്രലിലുള്ള റേഞ്ച്. ഡി വൈയുടെ റേഞ്ച് ആണ് ഈ ഇൻ്റഗ്രലിൽ കാണിക്കുന്നത്. എക്സിൻ്റെയും റൂട്ട് ഓഫ് 8 മൈനസ് എക്സ് സ്ക്വയറിൻ്റെയും ഇടയിലാണ് വൈ വേരി ചെയ്യുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇന്നർമോസ്റ്റ് ഇൻ്റഗ്രൽ നോക്കുമ്പോൾ, അതായത് ഇൻ്റഗ്രൽ എക്സ് ടു റൂട്ട് ഓഫ് 8 മൈനസ് എക്സ് സ്ക്വയർ, ഈ ഫംഗ്ഷൻ ഡി വൈ എന്ന് പറഞ്ഞാൽ ഡി വൈ ആണ്. അപ്പോൾ വൈ ആണ് വേരി ചെയ്യുന്നത് ബിറ്റ്വീൻ എക്സ് ആൻഡ് റൂട്ട് ഓഫ് 8 മൈനസ് എക്സ് സ്ക്വയർ. അതാണ് ഈ ഇക്വേഷൻ. അതുപോലെ എക്സിൻ്റെ ആണ് പുറത്ത് കിടക്കുന്നത്, ഡി എക്സിൻ്റെ ആണ് പുറത്ത് കിടക്കുന്ന ഇൻ്റഗ്രൽ 0 to 2. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഡി എക്സ് ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ആള് 0-ൻ്റെയും 2-ൻ്റെയും ഇടയിലാണ് വേരി ചെയ്യുന്നത്. അതാണ് ഈ എഴുതിയിരിക്കുന്നത് 0 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 2. ഈ കാര്യം ഈ ഒരൊറ്റ സംഭവം നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഇൻ്റഗ്രലിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഇന്നർമോസ്റ്റ് ഇൻ്റഗ്രലിൻ്റെ കൂടെ ഡി വൈ ആണ്. സോ വൈ എന്ന് പറയുന്ന ആള് ഇവിടെയാണ് വേരി ചെയ്യുന്നത്. ഔട്ടർ മോസ്റ്റ് ഇൻ്റഗ്രലിൻ്റെ കൂടെ പുറത്തുള്ള ആൾ ഡി എക്സ് ആണ്. അപ്പോൾ ഡി എക്സ് എന്ന് പറയുന്ന ആൾ വേരി ചെയ്യുന്നത് 0-ൽ നിന്ന് 2 വരെയാണ്. വി ഹാവ് സ്കെച്ച് ദി റീജിയൻ. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ റീജിയൻ ബൗണ്ടറി സ്കെച്ച് ചെയ്യാണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 8. അപ്പോൾ അതൊരു സർക്കിളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് 8 മൈനസ് എക്സ് സ്ക്വയർ വരുന്ന ഒരു സർക്കിളാണ്. എക്സ് എന്ന് പറയുന്നത് 0 മുതൽ 2 വരെയാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ 2 റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ്, മനസ്സിലാവും. ഇവിടെ നമുക്ക് 2 വരും. ഇവിടെ എപ്പോഴും എക്സിൻ്റെ മാക്സിമം വാല്യൂ 2 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ റീജിയൻ സ്കെച്ച് ചെയ്തു. ഇനി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. ദ പോളാർ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 8 ആണ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഇതിനെ വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് 8 മൈനസ് എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 8 എന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മുടെ ആർ എന്ന് പറയുന്ന ആളാരാണ്? റൂട്ട് ഓഫ് 8 ആണ്. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 8 ആണ്. ഇവിടെ നമ്മൾ ജനറൽ ഇക്വേഷനായി കമ്പയർ ചെയ്യുമ്പോൾ ആർ ഈക്വൽ ടു റൂട്ട് 8 ഇട്ട് കൊടുത്താലാണ് ഇവിടെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുക. സോ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് 8 ആണ്. അപ്പോൾ ഹെൻസ് ഇൻ പോളാർ കോർഡിനേറ്റ്സ്
The region of R is given by 0 less than or equal to R less than or equal to root 8 ആണ്. R root 8 വരെയാണ് മാക്സിമം വേരി ചെയ്യാൻ പറ്റുക. തീറ്റ എന്ന് പറയുന്നത് π/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 ആണ്. π/4 മുതൽ π/2 വരെയാണ് തീറ്റയ്ക്ക് വേരി ചെയ്യാൻ പറ്റുക. കാരണം എക്സ് എന്ന് പറയുന്നത് 0 to 2 വരെയും y എന്ന് പറയുന്നത് എക്സ് മുതൽ √8 - x² വരെയാണല്ലോ വേരി ചെയ്യുന്നത്. സോ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് π/4 മുതൽ π/2 വരെയാണ് വേരി ചെയ്യുന്നത്. വിത്ത് 1/5 + x² + y². x² + y² നമുക്ക് r² ആണ്. സോ നമ്മളെ ഫംഗ്ഷൻ എന്തായി മാറും? 1/5 + r² എന്നായി മാറും. x² + y² പകരം r² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, തീറ്റ π/4 to π/2 എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് y = x-ൻ്റെ ഇടയിലും y = √8 - x² ഇടയിലുമാണ് y വേരി ചെയ്യുന്നത്. അതേപോലെ എക്സ് എന്ന് പറയുന്നത് 0 to 2 ആണ് വേരി ചെയ്യുന്നത്. സോ എക്സിന് ഇപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല, കാരണം അപ്പം അത് നെഗറ്റീവായി പോകും. ഇവിടെ നിന്ന് മുതൽ 0 to 2 വരെയാണ് എക്സിന് വേരി ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഈ ഒരു കോമൺ പോർഷൻ നമുക്ക് ഇത്രയും ഭാഗം വരുന്നത്. സോ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് π/4 ആംഗിളിൽ നിന്ന് π/2 ആംഗിൾ വരെയാണ്. ഈ ലൈന് π/4 ആംഗിളാണ്, ഈ ലൈന് π/2 ആംഗിളാണ്. സോ തീറ്റ വേരീസ് ഫ്രം π/4 to π/2. സോ നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങനെയായി മാറി. x² + y² പകരം r² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം ഒറിജിനൽ ഇൻ്റഗ്രൽ ഈ ഇൻ്റഗ്രലിനെ നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാൻ പറ്റി. തീറ്റ എന്ന് പറയുന്നത് π/4 to π/2 ആണ്. സോ ഡി തീറ്റ പുറത്തെഴുതി. പിന്നെ r എന്ന് പറയുന്നത് 0 to √8 ആണ്. സോ അതിൻ്റെ കൂടെ dr. പിന്നെ നമ്മുടെ ഫംഗ്ഷൻ r/dr dθ. dAക്ക് dy/dxന് പകരം നമ്മൾ r/dr dθ. ഫംഗ്ഷൻ 1/5 + r². ഇനി ഇതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. സോ ദിസ് ഇസ് ഔട്ടർ മോസ്റ്റ് ഇൻ്റഗ്രലിന് ഇതേപോലെ തന്നെ എഴുതി. നമ്മൾ ഇൻ്റഗ്രൽ π/4 to π/2 × 0 to √8 ഒരു 2നെ നമ്മൾ എന്ത് ചെയ്തു? ഒരു മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. അപ്പോൾ 2r/dr/5 + r² dθ എന്നായി. 1/2 പുറത്തുണ്ട്. സോ 1/2 ഇൻറ്റു പുറത്ത് ഇൻ്റഗ്രൽ അതേപോലെ തന്നെ എഴുതി. π/4 to π/2 ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതായത് ഇതെന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. അതായത് ഡിനോമിനേറ്ററിനെ നമ്മൾ u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്റർ വരിക. സോ അത് ഇൻ്റഗ്രൽ 1/u du എന്നാകും. അത് log u ആണ്. യുവിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് log 5 + r² എന്ന് വരും. വിത്തിൻ ദ ലിമിറ്റ് 0 to √8 ആണ്. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് ആറിനാണ് അപ്ലൈ ചെയ്യേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു ആറാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തത്. ആറിന് അപ്ലൈ ചെയ്യുന്നു. സോ അത് നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ കിട്ടും. 1/2 ഇൻറ്റു log 13 - log 5 എന്ന് വരും. ഇൻ്റഗ്രൽ π/4 to π/2 dθ ഉണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് തീറ്റയാണ്. വിത്തിൻ ദ ലിമിറ്റ് π/4 to π/2 ആണ്. സോ ലിമിറ്റ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഇറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ടു π/8 log 13/5. L എന്ന് പറയുമ്പോൾ നാച്ചുറൽ ലോഗറിതം 13/5. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ ഒരു വോളിയം പ്രോബ്ലം ആണ്. ഫൈൻഡ് ദി വോളിയം ഓഫ് ദി സോളിഡ് ദാറ്റ് ഈസ് under the hemisphere z is equal to √1 - x² - y² and above the region bounded by the graph of the circle x² + y² - y is equal to 0. You are asked to find the volume of the solid that is under the hemisphere. ഈ ഹെമിസ്ഫിയറിന് താഴെയുള്ള സോളിഡ് ആണ്. ഹെമിസ്ഫിയറിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആൻഡ് above the region bounded by the graph of the circle x² + y² - y = 0 മേലെ ഭാഗത്തും വരുന്നത്. സോ ഇതാണ് ഫിഗർ. ഫ്രം ദി ഫിഗർ വി സീ ദാറ്റ് v എന്ന് പറയുന്നത് വോളിയം ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ r √, അത് നമ്മൾ ഫോർമുല അറിയാം, √1 - x² - y² dA ആണ്. സോ ഇവിടെ x² y² ടേംസ് വന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിനെ പോളാർ കോർഡിനേറ്റ്സിൽ മാറ്റുമ്പം മച്ച് ഈസിയർ ആയിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ അതിനെ നമ്മൾ പോളാർ കോർഡിനേറ്റ്സിൽ മാറ്റാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ x² + y² = r² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ z = √1 - r² ആവും. മൈനസ് കോമൺ ആയി പുറത്തെടുക്കുക. x² + y² r² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് r = sin θ. r = sin θ. Now using symmetry we have v എന്ന് പറയുന്നത് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ r √1 - r² dA ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × integral 0 to π/2. ഇവിടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. സോ 0 to π/2 തീറ്റ വേരി ചെയ്യും. r എന്ന് പറയുന്നത് 0 to sin θ വരെയാണ് r വേരി ചെയ്യുന്നത്. ഹെമിസ്ഫിയർ ആയത് കാരണം സർക്കുലർ അല്ലേ. സോ r = 0 to sin θ വരെ വേരി ചെയ്യും. 1 - r² ഹോൾ റേസ് ടു 1/2. റൂട്ടിന് 1 - r² ഹോൾ റേസ് ടു 1/2 എഴുതി. dAക്ക് പകരം r dr dθ. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു 2 × integral 0 to π/2 integral 0 to π/2 2 × integral 0 to π/2 നമുക്ക് ഇന്നർമോസ്റ്റ് ഇൻ്റഗ്രലിനെ വാല്യൂറ്റ് ചെയ്യാണ്. അപ്പം അതെന്ന് പറയുന്നത് എന്താ പറയുന്നത്? നമുക്ക് അല്ല, ഇൻ്റഗ്രൽ x⁻n dx എന്ന് പറയുന്നത് x⁻n+1/n+1 ആണല്ലോ. സോ ആ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ വന്നത്. -1/3 × 1 - r² ഹോൾ റേസ് ടു 3/2. ഈ ലിമിറ്റ് കൊടുക്കാം. അത് നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 × integral 0 to π/2. ഈ 1 - sin² θ cos² θ എന്ന് എഴുതി. ഹോൾ റേസ് ടു 3/2 dθ. ഹോൾ റേസ് ടു 3/2 dθ. So this is equal to ഇതിന് നമുക്ക് 2/3 × integral 0 to π/2. ഈ 2 വെട്ടിപ്പോയി 1 - cos³ θ dθ എന്ന് വരും. 1 - cos³ θയിൽ ഇതിന് cos² θ × cos θ എന്ന് എഴുതി സ്പ്ലിറ്റ് ആക്കുകയാണ്. cos² θയ്ക്ക് പകരം 1 - sin² θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് ഇത് മൊത്തം നമ്മൾ സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. സോ ദിസ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 0.60. ഏരിയ നോട്ട് ദാറ്റ് ഇൻ 1 ഇഫ് f of r θ ഈക്വൽ ടു 1 ആണ് തന്നിട്ടുള്ളെങ്കിൽ, അതായത് ആ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ 1 ആണ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് ഏരിയയാണ് നമുക്ക് കിട്ടുക. സോ a is equal to ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r dA ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ α to β integral g1 of θ to g2 of θ r dr dθ. The same observation holds for equation 2 and figure when f of r θ equal to 1. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. f of r θ 1 ആകുമ്പോൾ ഈ ഡബിൾ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഏരിയ ആയിരിക്കും. So remark, the reader is invited to re-examine example 3. The graph of the circle r sin θ is obtained by varying θ from 0 to π. However, carry out the iterated integration and see if the result is incorrect. Answer π/3. What goes wrong? ഇത് നിങ്ങളോട് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൽ എക്സസൈസ് പ്രോബ്ലംസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, അസൈൻമെൻറ്റായി ചെയ്യാം. അത് ഗൂഗിൾ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.